ഇത് ഒരു അരപ്പ് തയ്യാറാക്കാനാണോ? നമുക്ക് മീനിലേക്കുള്ളതാണ്. മീൻ ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. കുറച്ച് പരിജീരകം, വലിയ ജീരകം, കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മുളക്, അതൊക്കെ നമുക്കതിൽ ഇടാം. ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം. എടുത്ത് ഇനി നമുക്കിതിലേക്ക് മീനിട്ടിട്ട് പുരട്ടാം. ഇത് ഈ മീൻ ഞാൻ മുളക്, മഞ്ഞൾ, ഉപ്പ് തേച്ച് വെച്ചതാണ്. ഇതിൽ വേറെ ഒന്നും ചേർത്തില്ല, ഈ മസാലക്കൂട്ടുള്ളൂ. ഇത് മീൻ ആവോലിയാണേ. നിങ്ങൾ നാട്ടിലൊക്കെ എന്താ പറയുക? ഞങ്ങൾ ആവോലി എന്നാണ് പറയുക. ഇപ്പോൾ ഇതാ ഈ സൈസ് ആവോലി ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വലിയതും ഉണ്ട്. ഞങ്ങളിതാ വാങ്ങിയത്. ഇത് മുറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് മസാല ഇതിലേക്ക് തിരിഞ്ഞെടുക്കാം. ഞങ്ങളങ്ങോട്ടൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടും. ചോറും കൂടി നമുക്ക് ചേർക്കാം ഒരു കവറിങ്ങിൽ. സ്വല്പം ഗരം മസാലപ്പൊടി കുറച്ച് മതി. ഒരുപാടാകുമ്പോൾ അതിൻ്റെ കുത്തൽ ഒത്തിരി ആകുമ്പോൾ നല്ലതല്ല. ഇത്രയും മതി. ഈ ഗരം മസാലപ്പൊടി ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ ഗരം മസാലപ്പൊടി ഒന്നും പുറത്തുനിന്നുള്ള പാക്കറ്റുകൾ വാങ്ങിക്കാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ. ഇതിൽ ഒന്നുമില്ല, നമുക്കെപ്പോഴും സുലഭമായിട്ട് എടുക്കുക. കിച്ചണിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി ഇതിൽ. ഏലം, പിന്നെ വലിയ ജീരകം, ഗ്രാമ്പൂ, പട്ട, തക്കോലം, ജാതിക്ക, ജാതിപത്രി, ഇങ്ങനെയുള്ള പിന്നെ സാജീരകം എന്ന് പറഞ്ഞിട്ട് ചെറിയ ജീരകം നമ്മൾ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു ചെറിയ മുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കാം. അത് ഈ മസാലക്കൂട്ടിന് നല്ലൊരു സ്മെല്ലും കൂടി കൊടുക്കും. ഓക്കെ, നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം കുറച്ച് മീനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് മസാലയൊക്കെ അതിലൊക്കെ നല്ലോണം പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുരട്ടി വെച്ചിട്ട് കുറേ സമയമായി. അരമണിക്കൂറൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കിച്ചൂട്ടൻ്റെ രണ്ടാമത്തെ മാമൻ്റെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് ഒരു 2-3 വീട്ടിൽ പോയി. അപ്പോൾ അവിടെയൊക്കെ പോയി ഇതാ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മളിത് പൊരിച്ചെടുക്കാം. മറിച്ചിടാം. എൻ്റെ ചീഞ്ചട്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ എത്ര വേഗം മറിഞ്ഞു പോരുന്ന. പിടിക്കണമൊന്നുമില്ല. ഇതേപോലത്തെ ചീഞ്ചട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്ന് ഇതുപോലെ പോയപ്പോൾ ഞാൻ രണ്ടാമത് എടുത്ത് വാങ്ങി മയക്കി മീൻ പൊരിക്കുക. ഇതിൽ മീൻ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇത് നമ്മളെ മീൻ പാകമായി കേട്ടോ. നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് ഇടാം. മീൻ വഴുകി പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. മീനിന് പിന്നെയും എണ്ണയിൽ തന്നെ കിടക്കണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിൽ നീന്തി കളിക്കുന്നതല്ലേ, അപ്പോൾ കരയിലെത്തുമ്പോൾ എണ്ണയിൽ ഇരിക്കാനായിരിക്കും ആഗ്രഹം അല്ലേ? അപ്പോൾ 2 വറുത്തെടുത്തു. ഈ ബാക്കിയും കൂടി വറുത്തെടുക്കണം. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് കഴിക്കണം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. സത്യം പറയണം. ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുകയാണേ. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളിതാ വൻപയർ കറി വെച്ചാണേ. വൻപയർ കറി വെച്ചതും
ഇതാ മുതിര വെച്ചോട്ട് മാൻ തന്നെ ഒരു വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മീനുണ്ട്. മീൻ അവനിഷ്ടം, ചിക്കനേക്കാളും ഇഷ്ടം മീനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മീനാക്കിയത്. പപ്പടം മീനുണ്ടെങ്കിൽ പിന്നെ അവർക്കായിരിക്കും കൂടുതലൊന്നും വേണമെന്നില്ല. വെജൊന്നും അതിൽ ഒതുങ്ങൂല. ആവൂരി പൊള്ളിച്ചുണ്ട് ഇവിടെ. അങ്ങനെയുണ്ട്, പൊളിസാണോ അല്ലേ?